Hello, everyone. So it's been a while, and I'm going to start with glycolysis. Glycolysis is also called the Embden-Meyerhof-Parnas pathway. It's also called the EMP pathway. അപ്പം ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ അതൊരു മെറ്റബോളിക് പാത്വേ ആണ് ബൈ വിച്ച് എ സിംഗിൾ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഇസ് എൻസൈമാറ്റിക്കലി ഡീഗ്രേഡഡ് ത്രൂ എ സീക്വൻസ് ഓഫ് 10 റിയാക്ഷൻസ് ഇൻറ്റു 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ്. അപ്പം ഗ്ലൈക്കോളിസിൻ്റെ എൻ പ്രോഡക്റ്റ് ആണ് പൈറുവേറ്റ്. പിന്നെ അതിന് വേറൊരു പേരാണ് ഇ എം ബി പാത്വേ എന്നും പറയും. അപ്പോൾ നമുക്ക് ഗ്ലൈക്കോളിസിനെ വേണേൽ ഒരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യാം. തിങ്ക് ഓഫ് ഇറ്റ് എസ് എ ബിസിനസ് ദാറ്റ് ഹാസ് ടു സ്പെൻഡ് മണി ബിഫോർ വി കൻ ഏൺ ഇറ്റ്. അപ്പം ഗ്ലൈക്കോളിസിൽ നമ്മൾ ആദ്യം 2 ATP ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോളിസിനെ നമുക്ക് 2 ഫേസായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതിന് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസും സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ പേ ഓഫ് ഫേസ്. ഫസ്റ്റ് ഹാഫ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിൽ നമ്മൾ 2 ATP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ? നമ്മുടെ വരുന്ന ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഫോസ്ഫോറിലേറ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയാണ് നമ്മൾ ATP കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് ATP തിരിച്ച് റിസീവ് ചെയ്യുന്ന ബോഡിയിലേക്ക്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ആദ്യം ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് ഗ്ലൂക്കോസ് ആണ്. ഇതിനെ നമ്മൾ ഒരു ATP കൊടുത്തുകൊണ്ട് നമ്മളിതിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, അല്ലെങ്കിൽ G6P എന്ന് പറയാം. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഹെക്സോകൈനേസ്. സ്ട്രക്ചർ വെച്ച് പഠിച്ചാൽ അത്രയും എളുപ്പമാണ്, കാരണം നമുക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം ഓരോ സ്റ്റെപ്പിലും എന്തുവാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഈ ഫോസ്ഫോറിലേറ്റ് ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും നമ്മൾ ആ എൻസൈമിൻ്റെ പേര് എപ്പോഴും കൈനേസ് എന്നായിരിക്കും. ഫോസ്ഫേറ്റ് എവിടെയൊക്കെ ആഡ് ചെയ്യുന്നു ആ എൻസൈമിൻ്റെ പേര് അപ്പോൾ കൈനേസ് എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഹെക്സോ കൈനേസ് എന്ന് പറയാൻ കാരണം ഒരു 6 കാർബൺ മോളിക്യൂളിനെയാണല്ലോ ഇവിടെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഹെക്സോ കൈനേസ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു റിവേഴ്സിബിൾ സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ G6P ഐസോമറൈസ് ചെയ്ത് അതിനെ F6P ആക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് യൂഷ്വലി നമ്മളിപ്പം ഇതിനകത്ത് ഫ്രീ കാർബണൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിൽ C1 എന്ന് പറയുന്ന ആളെ ഫ്രീ ചെയ്യാനാണ്, അതായത് ഫോസ്ഫോറിലേഷന് വേണ്ടി അവരെ ഫ്രീ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവരെ ഐസോമറൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് വേറൊരു രീതിയിൽ സഹായിക്കുന്നത്, ഇതൊരു സിമെട്രിക് ആൽഡോൾ ക്ലീവേജിനും സഹായിക്കും. അതായത് പിന്നെ ഇത് 3 കാർബൺ ആയിട്ടുള്ള 2 മോളിക്യൂളായിട്ട് നമ്മൾ ക്ലീവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതിനു വേണ്ടിയും ഇത് സഹായിക്കും. അപ്പം നമുക്ക് അത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ F6P എന്ന് പറയും. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു C1 പോളിമറൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പം ഇതാണ് C1. അപ്പം C1 നമുക്കിനി ഫോസ്ഫോറിലേറ്റ് ചെയ്യുക. ഇതും ഒരു ഇറിവേഴ്സിബിൾ സ്റ്റെപ്പാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ ഇവിടെയും ATP വരുന്നുണ്ട്, കാരണം ഫോസ്ഫോറിലേറ്റ് ചെയ്യുവാണല്ലോ. അപ്പോൾ ATPന്ന് ADP ആവും. നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് F16 ബിസ്ഫോസ്ഫേറ്റ് ആവും. ഫ്രക്ടോസ് 16 ബിസ്ഫോസ്ഫേറ്റ്. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുമ്പോൾ PFK1 അല്ലെങ്കിൽ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ്. നമ്മൾ പറഞ്ഞു ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമിനെ എല്ലാം നമ്മൾ കൈനേസ് എന്ന് പറയും. പിന്നെ ഇവിടെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത ഫ്രക്ടോസ്, അതായത് F6Pനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് എന്ന് പറയും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, കാരണം ഇതാണ് ഇതിൻ്റെ മെയിൻ റെഗുലേറ്ററി സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതൊരു കമ്മിറ്റഡ് സ്റ്റെപ്പുമാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിന് നോക്കാം. ഇവിടുന്ന് നമുക്ക് 2 കോമ്പൗണ്ട് തരും. നേരത്തെ ഞാൻ പറഞ്ഞു ആൽഡോൾ ക്ലീവേജിനും ഐസോമറൈസേഷൻ സഹായിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ആൽഡോലേസ്. ലേസ് എന്ന് പറയുന്ന എൻസൈമൊക്കെ യൂഷ്വലി ക്ലീവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 പ്രോഡക്ട്സ് ആണ് G3Pയും DHAPയും. G3P എന്ന് പറയുമ്പം ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, അതേപോലെ തന്നെ അപ്പോൾ DHAP എന്ന് പറയുമ്പോൾ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. നേരത്തെ വരച്ച സ്ട്രക്ചറിൽ എല്ലാവരും മിസ്റ്റേക്ക് ഉണ്ട്. CH2OPO3 എന്നാണ്.
ഓക്കെ. ഇവർ തമ്മിലും ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഐസോമേഴ്സ് ആണ്. അപ്പം അങ്ങനെ അവർ തമ്മിലും ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ്. ഈ എൻസൈം വെച്ചാണ് ഇവർ തമ്മിലുള്ള ഈ ഐസോമറൈസേഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കപ്പം ഈ DHAPയെ G3P ആക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് നടക്കുന്നത്, അതായത് ഐസോമറൈസേഷൻ. അവിടെ തൊട്ട് നമുക്ക് 2x വെച്ച് കൂട്ടാം. അപ്പോൾ 2x എന്ന് പറയുമ്പം ഈ വരുന്ന പ്രോഡക്ട്സും അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡബിളായിട്ട് വരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് G3P എന്താ കിട്ടുന്നതെന്ന് നോക്കാം. G3P 13-BPG ഫോം ചെയ്യും, അല്ലെങ്കിൽ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ്. ഇവിടെ നമുക്ക് 2 ബൈ പ്രോഡക്ട്സും വരുന്നുണ്ട്. NAD+ ചെന്ന് NADH+ ആവും. അതേപോലെ തന്നെ ഇവിടുന്ന് 2 ഫോസ്ഫേറ്റും കയറുന്നുണ്ട്, കാരണം ഇതിന് സബ്സ്ട്രേറ്റിനെ വീണ്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ NADH H+ റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ എൻസൈമിൻ്റെ പേര് എപ്പോഴും ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പം സബ്സ്ട്രേറ്റിൻ്റെ പേരും ഡീഹൈഡ്രോജനേസ് എന്ന പേരും വെച്ച് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് G3P ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിന് പേര് വിടാം. 13-BPGയുടെ സ്ട്രക്ചർ എന്ന് വരുമ്പോൾ അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ 13-BPG 3PG ആയി മാറും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഇവിടെ ADP ATP ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. 2 എണ്ണം ഉണ്ട്, ഞാനത് എഴുതുന്നില്ല. ഇനിയുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ×2 ആയിരിക്കും. ADP ATP ആവുന്നു, ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. നേരത്തെ നമ്മൾ ATPനെ ADP ആക്കിയപ്പം സബ്സ്ട്രേറ്റിൻ്റെ പേര് വെച്ച് എൻസൈമിൻ്റെ പേര് പറഞ്ഞു. ഇതെടുക്കാം, ഫോസ്ഫോഫ്രക്ടോകൈനേസ്. അതായത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ നമ്മൾ ATP എന്നൊരു ഫോസ്ഫേറ്റ് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ നമ്മൾ ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറഞ്ഞു. ഇവിടെ ADP ATP ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ പേര് വെച്ച് എൻസൈമിനെ പറയാം, 3PG കൈനേസ് അല്ലെങ്കിൽ PG കൈനേസ്, ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് എന്ന് പറയാം. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് വരുമ്പോൾ ഇങ്ങനെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ ഫോസ്ഫേറ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, വേറൊരു പൊസിഷനിലേക്ക് മാറ്റണം. അപ്പോൾ 3PG നമ്മൾ 2PG ആക്കുവാണ്. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് PG മ്യൂട്ടേസ്. അപ്പോൾ നമ്മൾ 3PG 2PG ആക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് C2ലേക്ക് ഫോസ്ഫേറ്റിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഈനോളേസിൻ്റെ സ്റ്റെപ്പിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈനോളേസിന് ഒരു ഹൈ എനർജി കോമ്പൗണ്ട് തരാൻ പറ്റും. ഈ C ഡബിൾ ബോണ്ട് C ഫോം ചെയ്ത് നമുക്ക് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഫോം ചെയ്യാം. അങ്ങനെ നമുക്കൊരു ഹൈ എനർജി കോമ്പൗണ്ട് കിട്ടും, വിച്ച് ഇസ് ഫർദർ യൂസ് ടു പ്രൊഡ്യൂസ് എനർജി അല്ലെങ്കിൽ ATP. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, 2PGയിൽ നിന്നും നമ്മൾ PEP പ്രൊഡ്യൂസ് ചെയ്യുക, റിലീസിങ് വാട്ടർ യൂസിങ് ദി എൻസൈം ഈനോളേസ്. എല്ലാം 2 മോളിക്യൂൾ വെച്ചാണ് ഞാൻ ഒന്നുകൂടെ പറയുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, പൈറുവേറ്റ് തരും, അതേപോലെ ADPനെ ATP ആക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം പൈറുവേറ്റ് കൈനേസ്. അപ്പം ഗ്ലൈക്കോളിസ് ഇത്രയേ ഉള്ളൂ ഞാൻ സ്ട്രക്ചർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ 2PGയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പം നെക്സ്റ്റ് ഇതിൽ നിന്ന് വാട്ടർ പോവുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുക, അവിടെ ഒരു ഡബിൾ ബോണ്ടും വരും. നെക്സ്റ്റ് ഇതിൽ നിന്ന് ഫോസ്ഫേറ്റ് പോയി നമുക്ക് പൈറുവേറ്റ് കിട്ടും. പൈറുവേറ്റ് അപ്പം ഇതാണ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഗ്ലൈക്കോളിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസിനെ നമ്മൾ G6P ആക്കുന്നു, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെക്സോകൈനേസ്. അവിടെ ഒരു ഫോസ്ഫേറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട്. G6Pനെ പിന്നെ F6P ആക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോസ്ഫോഗ്ലൂക്കോ ഐസോമറേസ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കാർബണിനെ ഫ്രീ ആക്കാനും, അതായത് ഫസ്റ്റ് കാർബണിനെ ഫോസ്ഫോറിലേഷന് വേണ്ടി ഫ്രീ ആക്കാനും, അതേപോലെ തന്നെ അതിന് സിമെട്രിക്കൽ ആൽഡോൾ ക്ലീവേജിനും കൂടി വേണ്ടിയാണ് അത് ചെയ്യുന്നത്.
നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു C1നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യണം. അപ്പോൾ C1നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു കൈനേസ് വേണം, വിച്ച് ഇസ് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ്. അവിടെയും ഒരു ATP ADP ആവുന്നു. അങ്ങനെ നമുക്ക് F16BP കിട്ടും, അല്ലെങ്കിൽ ഫ്രക്ടോസ് 16 ബിസ്ഫോസ്ഫേറ്റ്. ഇവിടെ വരെയാണ് നമ്മുടെ എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് മാത്രം പറഞ്ഞാലും മതി. നെക്സ്റ്റ് ആണ് നമ്മുടെ പേ ഓഫ് ഫേസ്. 2 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിനും നെക്സ്റ്റ് പേ ഓഫ് ഫേസ്. അപ്പോൾ പേ ഓഫ് ഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. F16BPനെ നമ്മൾ ആൽഡലൈസ് വെച്ച് ക്ലീവ് ചെയ്ത് G3Pയും DHAPയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും കിട്ടുന്നുണ്ട്, ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും കിട്ടുന്നുണ്ട്. ഈ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റിൽ നിന്ന് നമുക്ക് പാത്വേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ G3P തന്നെ ആക്കാനായിട്ട് ഒരു ഐസോമറേസ് അവിടെ യൂസ് ചെയ്യുന്നു, ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. അപ്പം DHAP നമ്മൾ G3P ആക്കുന്നു. അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് 2 മോളിക്യൂൾ വെച്ചുണ്ട്. G3Pയിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 13BPG ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് NAD+ൽ നിന്ന് NADH+ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ എൻസൈമിൻ്റെ പേര് ഡീഹൈഡ്രോജനേസ് ആണ്. സബ്സ്ട്രേറ്റിൻ്റെ പേര് വെച്ച് പറയാനാണെങ്കിൽ G3P ഡീഹൈഡ്രോജനേസ്. 13BPGന്ന് പിന്നെ നമുക്ക് 3PG ഒബ്റ്റെയിൻ ചെയ്യാം. 3PG ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ATP നമുക്ക് തിരിച്ച് കിട്ടുക. 2 മോളിക്യൂൾസ് ഓഫ് ATP നമുക്ക് കിട്ടും, കാരണം 2 മോളിക്യൂൾ വെച്ചുണ്ടല്ലോ. അപ്പം ATP തിരിച്ച് കിട്ടുന്നുണ്ട്. ADPയിൽ നിന്ന് ATP ആവുന്നതുകൊണ്ട് നമ്മളവിടെ കൈനേസിനെ പ്രോഡക്റ്റിൻ്റെ പേര് വെച്ച് പറയും. തിരിച്ച് ആലോചിക്കുക, അങ്ങനെ വരുമ്പം 3PG കൈനേസ്. 3PG അതായത് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ് പ്രോഡക്റ്റ്, അതുകൊണ്ട് 3PG കൈനേസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യുന്ന ഫോസ്ഫേറ്റിനെ C3ന്ന് C2ലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് PG മ്യൂട്ടേസ്. കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേര് 2PG അല്ലെങ്കിൽ 2 ഫോസ്ഫോഗ്ലിസറേറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈനോളേസ്. ഇതിന്ന് നമ്മൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റെപ്പ് കണ്ടക്ട് ചെയ്യുന്ന ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് അല്ലെങ്കിൽ PEP. ഇതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് പൈറുവേറ്റ് കൈനേസ് വെച്ച് നമ്മൾ ADPനെ ATP ആക്കി കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റും ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഗ്ലൈക്കോളിസിനെ കുറിച്ച് പറയാൻ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഗ്ലൈക്കോളിസിലെ നെറ്റ് എനർജി ഈൽഡാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിലെ നെറ്റ് എനർജി ഈൽഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് 1 ഹെക്സോകൈനേസ് എൻസൈമായിട്ട് വരുന്നിടത്ത് ഒരു ATP നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണം എഴുതാം. ATP ചേഞ്ചും NADPH ചേഞ്ച്, NADH ചേഞ്ച്. അപ്പോൾ സ്റ്റെപ്പ് 1 ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് 3യിലും ഒരു ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്. നെക്സ്റ്റ് വരുന്നതെല്ലാം പേ ഓഫ് ഫേസിന്. അപ്പോൾ ഇവിടെയെല്ലാം ATP NADH കൂടത്തേ ഉള്ളൂ. സ്റ്റെപ്പ് 6 G3P ഡീഹൈഡ്രോജനേസ്. ഇവിടെ നമുക്ക് ATP ഒന്നുമില്ല, പക്ഷേ 2 NADH+ കിട്ടും. സ്റ്റെപ്പ് 7 PG കൈനേസ്, ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ്. ഇവിടെ നമുക്ക് 2 ATP കിട്ടുന്നുണ്ട്, NADH ഒന്നുമില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് 10 പൈറുവേറ്റ് കൈനേസ്. ഇവിടെയും നമുക്ക് 2 ATP വെച്ച് കിട്ടുന്നുണ്ട്. അപ്പം ടോട്ടൽ ഗെയിൻ എന്ന് പറയുമ്പോൾ 2 ATP ആൻഡ് 2 NADH+. ഒരു NADH നിന്ന് നമുക്ക് 2.5 ATP ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഗ്ലൈക്കോളിസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ ATP ജനറേറ്റഡ് എന്ന് പറയുമ്പോൾ 7 ATP എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ 2 ATPയും 2 NADH+ എന്നും വെച്ച് നിർത്താം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിന്ന് പറയാനുള്ള ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോളിസിസ്. എല്ലാ ഇറിവേഴ്സിബിൾ സ്റ്റെപ്സിലുമാണ് റെഗുലേഷൻ നടക്കുന്നത്. സോ ദാറ്റ് ബി സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 10.
നമുക്ക് ഓരോന്നും നോക്കാം. സ്റ്റെപ്പ് 1 ഹെക്സോകൈനേസ് ആയിരുന്നു എൻസൈം. ഇവിടെ ഹെക്സോകൈനേസ് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ സ്വന്തം പ്രോഡക്റ്റ് വെച്ച് തന്നെ, അതായത് G6P ഇൻഹിബിറ്റ്സ് ഹെക്സോകൈനേസ്. അതിനെ നമ്മൾ പ്രോഡക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയും. ഇത് യൂഷ്വലി നടക്കുന്നത് നമ്മുടെ പി എഫ് കെ ആണ് മെയിൻ സ്റ്റെപ്പ് എന്ന് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തായിരുന്നു. പി എഫ് കെ ആണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് അല്ലെങ്കിൽ കമ്മിറ്റഡ് സ്റ്റെപ്പ്. അപ്പം പി എഫ് കെ കണ്ടിന്യൂ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പി എഫ് കെ ബ്ലോക്ക്ഡ് ആണെങ്കിൽ നമുക്ക് F6P ആയിട്ട് കിടക്കുമല്ലോ. ഈ F6P തിരിച്ച് ഐസോമറൈസ് ചെയ്ത് G6P ആവും. അങ്ങനെ അത് ഹെക്സോകൈനേസിനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് നടക്കുന്നത്. ഇത് യൂഷ്വലി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ ഹൈ ആയിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. നെക്സ്റ്റ് റെഗുലേഷൻ സ്റ്റെപ്പ് 3 PFK1. ഇതൊരു അല്ലോസ്റ്ററിക് എൻസൈമാണ്. ഇതിൻ്റെ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ATP, സിട്രേറ്റ്, പിന്നെ H+ൻ്റെ അബണ്ടൻസി അല്ലെങ്കിൽ ലോ pH. ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ATP ആണ് ഇവിടെ, AMP ADP. അതേപോലെ തന്നെ F26BP അല്ലെങ്കിൽ ഫ്രക്ടോസ് 26 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരാളും ഉണ്ട്. ഇപ്പോൾ ഈ F26Bയുടെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്കൊരു ഫ്ലോ ചാർട്ടുണ്ട്, നോക്കാം. ഇപ്പോൾ ഈ ഫ്ലോ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, സൈക്ലിക് AMP കുറവാണെങ്കിൽ അത് PFK2നെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ATP നിന്ന് ADP ആക്കി F26BP ആക്കും. ഈ F26BP സൈക്ലിക് AMP കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് എനർജി കുറവാണെന്ന്, അപ്പോൾ അവർ ആ ഫോസ്ഫേറ്റ് റിലീസ് ചെയ്ത് F6P ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ PFK1നെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർ ഗ്ലൈക്കോളിസിനെ പ്രൊമോട്ട് ചെയ്യും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പൈറുവേറ്റ് കൈനേസ്. ഇത് F16BP ആണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഫീഡ് ഫോർവേഡ് ആക്ടിവേഷൻ എന്ന് പറയും. ATP, അലാനിൻ, അസ്റ്റൈൽ കോയെ ഇവരൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പം ഗ്ലൈക്കോളിസിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ പാത്വേ പറഞ്ഞു, അതിൻ്റെ എനർജി ഈൽഡ്, നെറ്റ് എനർജി ഈൽഡിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റെഗുലേഷനും പറഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പൈറുവേറ്റ് ഓക്സിഡേഷനും TCA സൈക്കിളും കവർ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.